ആഹാരത്തിന് വേണ്ടി നിലവിളിക്കും, വെള്ളത്തിന് വേണ്ടി നിലവിളിക്കും, ആഹാരത്തിനും വെള്ളത്തിനും വേണ്ടി നിലവിളിക്കും. ഇവിടെയും നമുക്ക് വിശപ്പുണ്ട്, ഒന്ന് ഓർക്കണേ. നരകത്തെ കുറിച്ചൊന്ന് ഓർക്കണേ എന്റെ സഹോദരി സഹോദരങ്ങളെ. ഈ ദുനിയാവ് ഒരു ദിവസം നഷ്ടപ്പെട്ടു പോകും, നശ്വരമാണ്, മരിച്ചു പോകും. ഈ ലോകത്തിന്റെ വെളിച്ചത്തിന് തിരശീല വീണു പോകും. ഇന്ന് നമ്മുടെ സൗന്ദര്യമെല്ലാം ഈ സൗന്ദര്യത്തിന്റെ മുകളിൽ പാമ്പുകളും തേളുകളും കയറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മുടെ ഉണ്ടക്കണ്ണുകളെല്ലാം, ലിപ്സ്റ്റിക് പുരട്ടുന്ന ചുണ്ടുകളെല്ലാം അറ്റുപോകും, അതെല്ലാം ദ്രവിച്ചു പോകും, പുഴുവരിച്ചു പോകും. അതൊന്നുമില്ലാത്ത ഒരു തലയോട്ടിയായി പാമ്പുകളുടെയും തേളുകളുടെയും ആഹാരമായി മാറുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്ന കാര്യം ഓർത്തുകൊണ്ട് റമളാനിനെ വരവേൽക്കണേ, വരവേൽക്കണേ. പലിശ വാങ്ങുമ്പോൾ അതൊന്ന് ഓർക്കണേ, മദ്യപിക്കുമ്പോൾ അതൊന്ന് ഓർക്കണേ, ചീട്ട് കളിക്കുമ്പോൾ അതൊന്ന് ഓർക്കണേ, ലോട്ടറി എടുക്കുമ്പോൾ അതൊന്ന് ഓർക്കണേ. പള്ളിയിൽ നമസ്കരിക്കാതെ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോ ഇതൊന്ന് ഓർക്കണേ. അള്ളാഹുവിനെ പേടിച്ചാൽ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, നിന്നെ നാം രക്ഷപ്പെടുത്താം, രക്ഷപ്പെടുത്താം. നരകവാസികൾ നരകത്തിലേക്ക് കിടന്ന് നിലവിളിച്ചുകൊണ്ട് ആഹാരത്തിന് വേണ്ടി പടച്ച തമ്പുരാനോട് ചോദിക്കുകയാണ്, ആഹാരന്താ? صبوا فوق رأسه من عذاب الحميم. ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാതെ നിലവിളിക്കുമ്പോ ഇവിടെ 100 പേര് സഹായിക്കാനുണ്ട് സഹോദര. നമ്മുടെ കുഞ്ഞുമക്കളെ പട്ടിണി കിടക്കാൻ ഒരു മാതാപിതാക്കളും തയ്യാറാവുകയില്ല, ഒരു ഉപ്പയും ഉമ്മയും തയ്യാറാവുകയില്ല. നമ്മുടെ മക്കൾ ഇഷ്ടപ്പെടുന്ന ആഹാരം വാങ്ങിക്കൊടുക്കാൻ അവർ തയ്യാറാകുമെങ്കിൽ ബഹുമാനമുള്ള സഹോദര, നമ്മുടെ അവസാനം അന്ത്യനിമിഷം മോശമായി നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, നരകത്തിലേക്കാണ് ചെന്ന് പതിക്കുന്നതെങ്കിൽ, അവിടുത്തെ ആഹാരത്തിന് വേണ്ടി വിശക്കുമ്പോൾ നിലവിളിച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. ദാഹിച്ച് 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 കഷ്ടപ്പെട്ടുകൊണ്ട് അവൻ അല്ലാഹുവിനോട് ഒരു തുള്ളി ജലനീർ തുള്ളിക്ക് വേണ്ടി ചോദിക്കുകയാണ്. അവൻ സഹായം തേടുകയാണ്. പടച്ചവനെ, ഒരിറ്റ് ജലം തന്ന് സഹായിക്കണേ അല്ലാഹ്. വെള്ളത്തിന് വേണ്ടി അവൻ യാചിക്കുമ്പോൾ, വെള്ളത്തിന് വേണ്ടി അവൻ തുടിക്കുമ്പോൾ, വെള്ളത്തിന് വേണ്ടി ആവലാതി വരുമ്പോൾ, വെള്ളത്തിന് വേണ്ടി വെപ്രാളപ്പെടുമ്പോൾ, ഉരുകിയ ലോഹം പോലെയുള്ള വെള്ളമാണ് നൽകപ്പെടുക. അവന്റെ മുഖത്തേക്ക് അത് കോരി ഒഴിക്കപ്പെടുകയും അവന്റെ മുഖം കരിഞ്ഞു പോവുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയിൽ മോശമായ വെള്ളമാണത്, മോശമായ വെള്ളമാണത്. അവന്റെ ശരീരമാസകലം ഉരുക്കിക്കളയുന്ന വെള്ളമാണത്.
ദുരന്തം പിടിച്ച സ്ഥലമാണത്. അവിടുത്തെ വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കല്ലേ, വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കല്ലേ. ചൂടുവെള്ളം കുടിക്കാൻ നമുക്ക് കഴിയുമോ? ചൂടുവെള്ളത്തിന്റെ ഗ്ലാസ് പിടിക്കാൻ കഴിയുമോ? ചൂട് ചായയുടെ ഗ്ലാസ് പിടിക്കാൻ കഴിയുമോ? ചൂട് ചോറ് കുടിക്കാൻ കഴിയുമോ? ഇല്ല എങ്കിൽ സഹോദര, തിളച്ചു മറിയുന്ന ഉരുകിയ ലോഹത്തിന്റെ അവസ്ഥ എന്താണ്? അതിന്റെ പരിസരത്ത് പോലും പോകാൻ കഴിയാത്ത നമുക്ക് അല്ലാഹു തആല ലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസിൽ കത്തിച്ച ഉരുകിയ ലോഹം പോലെയുള്ള വെള്ളമാണ് നമ്മളെ കുടിപ്പിക്കുക, ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞു തരും. നമ്മളെ അല്ലാഹു വേദനിപ്പിക്കുകയാണ്. നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് രക്ഷയില്ലാതെ വരുമ്പോൾ ഈ നരകവാസികൾ സ്വർഗ്ഗവാസികളെ നോക്കിക്കൊണ്ട് വിളിച്ചു പോവുകയാണ്. എത്രയെത്ര സഹോദരങ്ങൾ, സഹപ്രവർത്തകരാണ് ദുനിയാവിൽ ഒരുമിച്ച് കൂടി കഴിഞ്ഞുകൂടിയത്. അവർ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ ഒരുപറ്റം സുഹൃത്തുക്കൾ നരകവാസികളായി മാറിയെങ്കിൽ അവർ നരകവാസികളായി നിന്നുകൊണ്ട് സ്വർഗക്കാരോട് വിളിച്ചു ചോദിക്കുകയാണ്. വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന. നരകവാസികൾ സ്വർഗവാസികളോട് ചോദിക്കുകയാണ്, അന്നഫീമു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളിൽ നിന്ന്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വെള്ളത്തിൽ നിന്ന് അല്പം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ, ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ എന്ന് നമ്മുടെ ദുനിയാവിലെ സുഹൃത്തുക്കൾ സ്വർഗത്തിൽ കടക്കുമ്പോ അവരെ വിളിച്ച് നമ്മൾ കേണപേക്ഷിച്ച് യാചിക്കുമ്പോൾ ആ സുഹൃത്തുക്കൾ പറയുമത്രേ, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. വെള്ളവും ആഹാരവും നിങ്ങളുടെ മേൽ അല്ലാഹു ഹറാമാക്കിയിരിക്കുകയാണ്, നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അല്ലാഹു ഹറാമാക്കിയ ആ വെള്ളം ഞങ്ങൾക്ക് തരാൻ കഴിയില്ല സഹോദര, തരാൻ കഴിയില്ല സഹോദര എന്ന് സ്വർഗവാസികൾ പറയുമ്പോൾ ഇവന്റെ വെപ്രാളത്തിന് പരിഹാരമായി അല്ലാഹു അവന് നൽകുന്ന ആഹാരം എന്തെന്നറിയുമോ? ഇന്ന ശജറത സഖൂം. സഖൂം എന്ന വൃക്ഷത്തിന്റെ മുള്ളാണ് അവന് നൽകുക. തആമുൽ അസീം. പാപികളുടെ ആഹാരമാണത്. റമളാനിനെ ആദരിക്കാത്തവന്റെ ആഹാരമാണത്. കള്ളുകുടിയന്മാരെ, മദ്യപാനികളുടെ നിങ്ങളുടെ ആഹാരമാണത്. ലോട്ടറി എടുക്കുന്നവരെ, കച്ചവടക്കാരെ, അതിൽ നിന്ന് പിന്മാറിയില്ല എങ്കിൽ, അതിൽ നിന്ന് തൗബ ചെയ്തില്ല എങ്കിൽ അവരുടെ ആഹാരമാണത്. ആത്മഹത്യ ചെയ്യരുതേ, ആത്മഹത്യ ചെയ്യരുതേ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരുടെയും അന്ത്യം മോശമായിരിക്കും. പലിശ വാങ്ങരുതേ, കൊടുക്കരുതേ. പണയം വെച്ചിട്ട് പലിശ കൊടുക്കരുതേ, അതും തെറ്റാണ് സഹോദരിമാരെ. നമ്മൾ കരുതും പലിശ വാങ്ങൽ മാത്രമാണ് തെറ്റ്, പലിശ കഴിക്കൽ മാത്രമാണ് തെറ്റ്, അതല്ലാതെ കൊടുക്കൽ തെറ്റില്ല എന്ന് നമ്മൾ കരുതുമെങ്കിൽ സഹോദര സഹോദര സഹോദര, പലിശ വാങ്ങരുത്, അത് എഴുതരുത്, അതിനുവേണ്ടി കൂട്ടു നിൽക്കരുത്, അതിനുവേണ്ടി ഫൈനാൻസ് ഒരുക്കി കൊടുക്കാൻ നിൽക്കരുത്. പണയത്തിന്റെ രസീത് വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോയി പലിശ അടയ്ക്കാൻ നിൽക്കരുത്. അങ്ങനെ പലിശയില്ലാത്ത പണയം മാത്രമേ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. വാങ്ങിയാലും തിന്നാലും കൊടുത്താലും എഴുതിയാലും കൂട്ടു നിന്നാലും പലിശയുടെ പൈസ എടുക്കുന്നതിന് ഒരുത്തനെ പിടിച്ചുകൊണ്ടുപോയി ബാങ്കിലേക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്താലും ഇവനെല്ലാവരും ഇതിൽ സമന്മാരാണ്. അതിൽ നിന്ന് പിന്തിരിയാത്ത പക്ഷം അവന് നാളെ കൊടുക്കുന്ന ആഹാരമാണ് പാപികളുടെ ആഹാരമാണത്. വ്യഭിചാരികളുടെ ആഹാരമാണത്. അയൽപക്കക്കാരായ സഹോദരൻ ഗൾഫിലേക്ക് പോകുമ്പോൾ അയൽപക്കക്കാരിയുമായി ചൈനാത്തം ഉണ്ടാക്കിയിട്ട് പാവപ്പെട്ട സഹോദരൻ മരുഭൂമിയിൽ ചോര നീരാക്കി കഷ്ടപ്പെട്ടുകൊണ്ട് തന്റെ ഭാര്യയും സന്താനങ്ങളെയും പോറ്റുന്നതിന് വേണ്ടി, സഹായിക്കുന്നതിന് വേണ്ടി അവന്റെ ചോരയുടെ അംശം ഈ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ അത് റീചാർജ് ചെയ്തു കൊടുത്ത് മൊബൈൽ ഫോണിലൂടെ അന്യ ഒരു പുരുഷനെ തന്റെ ഭർത്താവിന്റെ കിടപ്പറയിലേക്ക് പാതിരാ സമയത്ത് ക്ഷണിക്കുന്ന പെണ്ണെ, നിനക്ക് അല്ലാഹു നൽകുന്ന ആഹാരമാണ് വൃക്ഷത്തിന്റെ സഖൂം എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ മുള്ള്. ആ മുള്ള് പാപികളുടെ ആഹാരമാണ് പെണ്ണെ, പാപികളുടെ ആഹാരമാണ് പെണ്ണെ. ഇസ്ലാമിക പൈതൃകമുള്ള മുസ്ലിം ചെറുപ്പക്കാരി പെണ്ണ് സ്കൂളിലേക്ക് പോകുമ്പോൾ, കോളേജ് ക്യാമ്പസിലേക്ക് പോകുമ്പോൾ ആ മുസ്ലിം സുഹൃത്തുക്കളുമായി ചൈനാത്തം ഉണ്ടാക്കിക്കൊണ്ട് അമ്പലത്തിന്റെയും ക്ഷേത്രത്തിന്റെയും കുരിശ് കവലുകളുടെയും ബുദ്ധവിഹാരത്തിന്റെയും ഗുരുദ്വാരയുടെയും മുന്നിൽ പോയിട്ട് ഇസ്ലാമിക പാരമ്പര്യമുള്ള പെണ്ണ് ഇസ്ലാമിക ചൈതന്യത്തെ എന്നേക്കുമായി കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറങ്കാല് കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് കേവലം ക്ഷണികമായ ഒരു സുഹൃത്തിന് വേണ്ടി മുസ്ലിം സഹോദരനെ തന്റെ ഇണയാക്കി സ്വീകരിക്കുന്ന
നാണം കെട്ട മുസ്ലിം സഹോദരിമാരെ, പെണ്ണെ, നിന്റെ ഈ ഹറാമിയത്തിന്റെ ദാമ്പത്യ സുഖം ഒരു സമയം അസ്തമിച്ചു പോകും. പെണ്ണെ, നിന്റെ ചോരയും നീരും അവൻ ഊറ്റിക്കുടിച്ചതിന് ശേഷം ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ പുറമ്പോക്കിലോ അവൻ വലിച്ചെറിഞ്ഞിട്ട് നിന്നെ അവൻ ഒഴിവാക്കിയിട്ട് അവൻ മറ്റൊരു ജീവിതത്തിലേക്ക് കിടക്കുമ്പോ നീ ചത്ത് വെറും വെറുതെ ശരീരവുമായി ആറടി മണ്ണിലേക്ക് പോകുമ്പോ നിനക്കുള്ള ആഹാരമാണ് തആമുൽ അസീം. സഖൂം എന്ന വൃക്ഷം അതാണ്. ആ സഖൂം എന്ന വൃക്ഷം നീ കഴിക്കുമ്പോ നിന്റെ തൊണ്ടയിൽ കുടുങ്ങും. സഹോദര സഹോദരി, നിന്റെ തൊണ്ടയിൽ കുടുങ്ങുമ്പോ വെള്ളത്തിന് വേണ്ടി നീ ചോദിക്കുകയാണ്. യഗ്ലി ഫിൽ ബുതൂൻ കഗൽയിൽ ഹമീം. അത് കഴിക്കുമ്പോൾ, ആ വെള്ളം കുടിക്കുമ്പോൾ നിന്റെ വയറ്റിൽ തിളച്ചു മറിയുകയാണ്. ചൂടുവെള്ളം തിളയ്ക്കുന്നത് പോലെ പരിശുദ്ധ ഖുർആനാണ്. ഖുർആനിൽ വിശ്വസിക്കുന്ന മുസ്ലിമേ, നീ ഇത് അംഗീകരിച്ചേ മതിയാവും. ഇത് അംഗീകരിക്കാത്തിടത്തോളം കാലം നീ ഒരു മുസ്ലിമേ അല്ല, നീ ഒരു ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ ഉടമയെ അല്ല. പാപികളെ, പാപം ചെയ്തവരെ, തൗബ ചെയ്യാനുള്ള സമയമാണ്. കഴിഞ്ഞ കാലങ്ങളെല്ലാം അല്ലാഹു മാപ്പാക്കി തരും. ഇപ്പോൾ നിനക്ക് ആരോഗ്യമുണ്ട്, ആഫിയത്തുണ്ട്, നീ പടച്ചവനോട് ചോദിക്ക്. നാളെ നിന്റെ ഭർത്താവ് സഹായിയായി വരികയില്ല, നിന്റെ ഭാര്യ സഹായിയായി വരികയില്ല, മാതാപിതാക്കള് സഹായിയായി വരികയില്ല. ഇടുങ്ങിയ നരക കൊട്ടാരത്തിലേക്ക് നിന്നെ വലിച്ചെറിയപ്പെടുമ്പോൾ അവിടെ നിനക്ക് നൽകുന്ന ആഹാരമാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമാക്കിയത്. കഗൽയിൽ ഹമീം യഗ്ലി ഫിൽ ബുതൂൻ കഗൽയിൽ ഹമീം. അവന്റെ വയറ്റിലേക്ക് കിടന്ന് ഉരുണ്ടുകൊണ്ട് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, ഖുദൂഹു ഫഅ്തിലൂഹു ഇലാ സമാഇൽ ജഹീം. പിടിക്കടാ അവനെ, കെട്ടടാ അവനെ, നരകത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ അവനെ ബന്ധിപ്പിച്ചുകൊണ്ട് നരകത്തിന്റെ ഭീമമായ ഭീകരമായ ഓരോ സ്ഥലങ്ങളിലേക്കും ഇവനെ വലിച്ചു കൊണ്ടുപോവുക. അതെല്ലാം അവൻ ആസ്വദിക്കട്ടെ. ഖുദൂഹു ഫഅ്തിലൂഹു ഇലാ സവാഇൽ ജഹീം ثم صبوه فوق رأسه من عذاب الحميم. ലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസിൽ കത്തിക്കുന്ന നരകത്തിന്റെ ചീഞ്ചലമുണ്ടല്ലോ, നരകത്തിന്റെ വെള്ളമുണ്ടല്ലോ, അത് അവന്റെ മുഖത്തേക്ക് ഒഴിച്ചു കൊടുക്കൂ മലക്കേ, ഒഴിച്ചു കൊടുക്കൂ മലക്കേ. കേൾക്കേണ്ട താമസം, ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയരായ, അല്ലാഹുവിന്റെ കൽപ്പനകളെ പരിപൂർണമായി സ്ഥാപിക്കുന്ന, കൽപ്പനകളെ പരിപൂർണമായ നിലയിൽ നടപ്പിൽ വരുത്തുന്ന മലക്കുകൾ അതവന്റെ ശരീരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു തആല അവനോട്, പടച്ച തമ്പുരാൻ അവനോട് തമാശ രൂപേണ പറയുകയാണ്, ഇന്നക അൻതൽ അസീസുൽ കരീം. രുചിക്കടാ, നീ നാട്ടിൽ മാന്യനായിരുന്നല്ലോ, ഒരുപാട് അനുയായികൾ ഉണ്ടായിരുന്നല്ലോ. നീ ഒന്ന് ശബ്ദിച്ചാൽ, നീ ഒന്ന് കൈഞ്ഞൊടിച്ചാൽ നാനാഭാഗത്തു നിന്നും ഓടി വരാൻ ധാരാളം ജനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നിന്നെ സഹായിക്കാൻ ആരുമില്ല. നീ രുചിക്ക്, ഇന്നക അൻതൽ അസീസുൽ കരീം. നരകം അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. യാ അല്ലാഹ്, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഇവിടുത്തെ തീയും ഇവിടുത്തെ ചൂട് സഹിക്കാൻ കഴിയില്ല. യാ അല്ലാഹ്, നാളെ ആരോരുമില്ലാത്ത, യാ അല്ലാഹ്, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലാത്ത സാഹചര്യത്തിൽ നരകത്തിന്റെ ഇടുങ്ങിയ കുഴിയിൽ ഞങ്ങളെ കൊണ്ടുപോയിട്ട് പടച്ചവനെ, ഈ തിളച്ചു മറിയുന്ന ചീഞ്ചലം ഞങ്ങളുടെ മേലേക്ക് ഒലിപ്പിക്കല്ലേ യാ അല്ലാഹ്. രക്ഷപ്പെടുത്തണേ യാ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളെ രക്ഷപ്പെടുത്തണേ യാ അല്ലാഹ്. ഞങ്ങളുടെ സന്താനങ്ങളെ രക്ഷപ്പെടുത്തണേ യാ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ രക്ഷപ്പെടുത്തണേ യാ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാരെ രക്ഷപ്പെടുത്തണേ യാ അല്ലാഹ്. അശ്രദ്ധരായി കഴിയുന്ന ഈ മുസ്ലിം സഹോദരങ്ങളെ സഹോദരിമാർക്ക് പടച്ച തമ്പുരാനെ, നിന്നെ കുറിച്ചൊരു പേടിയിട്ട് കൊടുക്ക തമ്പുരാനെ. നരകത്തിന്റെ ഭയാനകത അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്ക അല്ലാഹുവേ. അശ്രദ്ധയിലാണ് റബ്ബേ. ഇത്രത്തോളം ഭയാനകമായ നിലയിൽ നീ ഞങ്ങളെ പേടിപ്പിക്കുകയാണല്ലോ തമ്പുരാനെ.
പടച്ചവനെ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ മറ്റാരും ഞങ്ങളെ സഹായിക്കാനില്ല യാ അല്ലാഹ്. പടച്ചവനെ നരകത്തെ തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ യാ അല്ലാഹ്. ലോക മുസ്ലിമീങ്ങളെ നീ രക്ഷപ്പെടുത്തണേ യാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നരകത്തിന്റെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് നരകവാസികളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് അല്ലാഹു ഉപാധിയായി കണ്ടത് തഖ്വ. ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്ക് നരകത്തിൽ നിന്ന് നാം മോചനം നൽകുകയും അതല്ലാത്തവരെ മുട്ടുകുത്തിയവരായ നിലയിൽ നരകത്തിലേക്ക് നാം തള്ളുകയും ചെയ്യും. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഒരു വഴിയാണ് തഖ്വ. ഇനി ധാരാളം വിഷയങ്ങൾ നരകവുമായി ബന്ധപ്പെട്ടതുണ്ട്. ധാരാളം വിഷയങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് ഒരു ദിവസം ഒരു പാപം പോലും ചെയ്യാത്ത നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 70 പ്രാവശ്യം ഒരു ദിവസം അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു. ഒരു പാപം പോലും ചെയ്യാത്ത നബി തങ്ങൾ 70 പ്രാവശ്യം. ഇന്നി അതൂബു ഇലല്ലാഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ. 70 പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഞാൻ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുമെന്ന് നബിതങ്ങൾ പറഞ്ഞുവെങ്കിൽ എല്ലാ പ്രവാചകന്മാരും പശ്ചാത്തപിച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പശ്ചാത്തപിച്ചില്ലേ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പശ്ചാത്തപിച്ചു പോയി. ആദ്യ പിതാവാണ്, നമ്മുടെ നേതാവാണ്, നമ്മുടെ പിതാവാണ്. ആ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അടുക്കരുതേ കഴിക്കരുതേ എന്ന് പറഞ്ഞ് കനി ഭക്ഷിച്ചതിന്റെ പേരിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കോപത്തിനും അല്ലാഹുവിന്റെ വിദ്വേഷത്തിനും പാത്രീഭവിച്ചു പോയി. പടച്ചവന്റെ താക്കീത് വന്നു. ആദം നബി വിട്ടോളാം പറഞ്ഞു, നാട് വിട്ടോളാം പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് തൗബ ചെയ്തു. റബ്ബനാ ളലംനാ അൻഫുസനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ആദം നബിയുടെ തൗബ, അല്ലാഹുവേ ഞാനും എൻ്റെ ഭാര്യയും തെറ്റ് ചെയ്തു പോയി തമ്പുരാനെ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകിയില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടവാളികളായി പോകും അല്ലാഹ്. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പ് തരണം അല്ലാഹ്. ആദം നബിയും ഹവ്വായും നമ്മൾ ദുആ ചെയ്യുന്നതാണ്. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. അല്ലാഹു അത് കേട്ടു, ഏറ്റു പറഞ്ഞു. ആദം പറഞ്ഞു, അല്ലാഹു അത് സ്വീകരിച്ചു. അല്ലാഹു തൗബ സ്വീകരിച്ചു. അല്ലാഹു തആല തൗബ സ്വീകരിച്ചു, മാപ്പാക്കി. അല്ലാഹു തആല ആദം അലൈഹിസ്സലാം തൗബ ചെയ്തു. ആദമിനെക്കാളും വലിയ ആൾക്കാരാണോ നമ്മൾ? ഇവനെ തൗബ ചെയ്യുന്നത് ആദമിനെക്കാളും വലിയ ആൾക്കാരാണോ? യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗബ ചെയ്തു. വദന്നൂനി ഇദ്ഹബ മുഗാളിബൻ ഫളന്ന അൻ നഖദിറ അലൈഹി ഫനാദാ ഫിൽ ളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഞാൻ അക്രമികളിൽ പെട്ടുപോയി അല്ലാഹ്. നിന്നെ അംഗീകരിക്കാതെ, നിന്റെ വാക്ക് സ്വീകരിക്കാതെ, നിന്റെ ദൗത്യം നിറവേറ്റിക്കൊണ്ട് ഉമ്മത്തിനോട് പറഞ്ഞിട്ട് അത് സ്വീകരിക്കാതെ വന്നപ്പോൾ ഞാൻ ഇറങ്ങി ഓടിയതാണ്, ഒളിച്ചോടാൻ നോക്കിയതാണ്. പക്ഷെ നീ എന്നെ വിട്ടില്ല. അല്ലാഹുവേ, ഞാൻ ഇത്തിരി അഹങ്കാരം കാണിച്ചു പോയി. അല്ലാഹു തആല എന്താ ചെയ്തത്? കപ്പലിൽ നിന്ന് എടുത്ത് കടലിലോട്ട് എറിഞ്ഞു. യൂനുസ് നബിയെ ഒരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തെയും യൂനുസ് നബിയും കൂടെ മറ്റൊരു വലിയ മത്സ്യം വിഴുങ്ങി. വയറ്റിനകത്ത് കിടന്നുകൊണ്ട് ആ യൂനുസ് നബി അലൈഹി സ്വലാം തൗബ ചെയ്തു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഞാൻ അക്രമിയായി പോയി അല്ലാഹ്, നീ അല്ലാതെ മറ്റാരുമില്ല യാ അല്ലാഹ്, എനിക്ക് നീ മാപ്പ് താ. അല്ലാഹു സുബ്ഹാനഹു വ തആല 40 ദിവസം കഴിഞ്ഞപ്പോൾ മാപ്പ് ചെയ്ത് ആ മത്സ്യത്തോട് പറഞ്ഞു കൊണ്ടുപോയി കക്കിക്കളയാണ്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാം തൗബ ചെയ്തു.
മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗബ ചെയ്തില്ലേ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ തന്റെ അനുയായികളിൽപ്പെട്ട ഒരാളും എതിരാളികളിൽപ്പെട്ട ഒരാളുമായിട്ട് ശണ്ട കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം സഹായം ചോദിച്ചു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട്. ഫസ്തഗാസഹു അല്ലദീ മിൻ അദുവി, എതിരാളികളിൽ നിന്ന് സഹായം ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായിയാണല്ലോ. ഫവഖസഹു മൂസാ ഫഖളാ, ആള് ഖളാ അലൈഹി, വടിയായി. ആള് മരിക്കുമെന്ന് അറിഞ്ഞില്ല. പക്ഷെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ട് അടിച്ചു, ആള് മരിച്ചുപോയി. പക്ഷെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അഹങ്കരിച്ചോ? ഇല്ല. റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലീ, അല്ലാഹുവേ ഞാൻ എന്റെ സ്വന്തത്തോട് അക്രമം കാണിച്ചു പോയി, നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാഹ് എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗബ ചെയ്തു. ഫഗഫറ ലഹു, മൂസാ നബിക്ക് അല്ലാഹു പുറത്തു കൊടുത്തു. മൂസാ നബിക്ക് അല്ലാഹു പുറത്തു കൊടുത്തു. ഇപ്പൊ പ്രവാചകന്മാരെല്ലാം തൗബ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തൗബ ചെയ്തു. അല്ലാഹു നമ്മളോട് പറയുന്നു, എന്നോടും നിങ്ങളോടും പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹ്, തൂബൂ ഇലല്ലാഹ് തൗബതൻ നസൂഹാ. സത്യവിശ്വാസിനികളെ, അല്ലാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങണമേ, അല്ലാഹുവിലേക്ക് നിങ്ങൾ നല്ല നിലയിൽ പശ്ചാത്തപിച്ചു മടങ്ങണമേ. നല്ല നബിതങ്ങൾ പാപം ചെയ്യാത്ത നബിതങ്ങൾ 70 പ്രാവശ്യം പശ്ചാത്തപിക്കും. നമ്മള് ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ഒന്ന് പശ്ചാത്തപിക്കണം. ദുആ ചെയ്യാനുള്ള സമയമില്ല. നിസ്കരിക്കാൻ സമയം ഇഖാമത്ത് കൊടുക്കുമ്പോഴാണ് വരുന്നത്, അത് അവസാനത്തെ വക്തത്തിൽ. നിസ്കാരം കഴിഞ്ഞ ഉടനെ ചാടി എഴുന്നേറ്റ് പോലെ. പിന്നെ ഇവ എങ്ങനെയാണ് എങ്ങനെയാണ് തൗബ ചെയ്യുക, എങ്ങനെയാണ് പശ്ചാത്തപിക്കുക? അതുകൊണ്ട് നിങ്ങൾ പശ്ചാത്തപിക്കണം. ഇനി പശ്ചാത്തപിച്ചില്ലെങ്കിലോ വഇല്ലം യതുബ് ومن لم يتب فأولئك هم الظالمون. ആരൊരാൾ പശ്ചാത്തപിച്ചില്ലയോ തീർച്ച മനസ്സിലാക്കിക്കോ, അവൻ അക്രമി തന്നെയാണ്, അക്രമി തന്നെയാണ്. ഖുർആനാണ് പറയുന്നത്. തൗബ ചെയ്യാത്തവൻ അഹങ്കാരിയാണ്, അക്രമിയാണ്. ആരാ പറയുന്നത്? നബിയല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ومن لم يتب فأولئك هم الظالمون. അല്ലാഹു തൗബ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. എല്ലാവരും തൗബ ചെയ്യണം സഹോദരൻ. ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു ദുആ ചെയ്താൽ മതി. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു ദുആ ആണ് തൗബ. ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് തൗബ എന്നും പറഞ്ഞ് നമ്മളെല്ലാവരും അങ്ങനെ പഠിച്ചവനെ എന്റെ അസുഖം മാറ്റി ഉസ്താദ് പറയും, നമ്മൾ ഏറ്റു പറയും. അല്ലാഹുവേ ഞാൻ വ്യഭിചരിച്ചു മാപ്പാക്കണേ. വ്യഭിചരിക്കാത്തവനും പറയും വ്യഭിചരിച്ചു മാപ്പാക്കണേ. അതൊരു പ്രചോദനം. തൗബ നിങ്ങൾ ചെയ്യാൻ വേണ്ടി അല്ലാഹുവിനോട് ഏറ്റു പറയണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ അബ്ദ ഇദാ ഇതറഫ ثم താബ അല്ലാഹു അലൈഹി. ഒരടിമ അവൻ തന്റെ പാപം ഏറ്റു പറയണം. എന്തായാലും പറയാം, കുംഭസരിക്കുക. അത് ക്രിസ്ത്യാനികൾക്കാണ് കുംഭസാരം. അച്ഛന്റെ അടുക്കൽ പോയിട്ട് കുംഭസരിക്കുക. അച്ഛന്റെ ഇതൊക്കെ ആര് ഏറ്റെടുക്കാനാണോ? അല്ലാഹു. അപ്പൊ കുംഭസാരം നമുക്കില്ലല്ലോ. നമ്മുടെ കുംഭസാരം ആരോടാണ്? ഊപ്പർവാലയോടാണ്. അല്ലാഹുവിനോട് ഏറ്റുപറയുക. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഇന്നൽ അബ്ദ, ഒരു മുഅ്മിനായ സഹോദരൻ ഇദാ ഇതറഫ, അവൻ ഏറ്റുപറഞ്ഞാൽ സുമ്മ താബ, പിന്നീട് അവൻ പശ്ചാത്തപിച്ചാൽ താബ അല്ലാഹു അലൈഹി, അല്ലാഹു അവന് പുറത്തു കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പൊ തൗബ ചെയ്യണം. വീണ്ടും ഹദീസ് അൻ ഉമ്മി ഇസ്മത്തുൽ ഔസിയ്യ റളിയല്ലാഹു തആല അൻഹാ പറയുകയാണ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി പറയുകയാണ്, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ, ഒരു മുഅ്മിനായ സഹോദരൻ പാപം ചെയ്തു കഴിഞ്ഞാൽ വഖഫൽ മലകു അലൈഹി 3 സഅാത്ത്, 3 മണിക്കൂർ മലക്കുകൾ എഴുതാതെ അവന്റെ തൗബയും പ്രതീക്ഷിച്ചിരിക്കും.
നോക്ക് ഇതിൽ കൂടുതലൊക്കെ എന്ത് കൺസെഷനാപ്പാ ചെയ്തു തരേണ്ടത്? മുഅ്മിനായ ഒരു സഹോദരൻ പാവം ചെയ്താൽ ഇന്നൽ മുഅ്മിനാണ്, മറ്റവനല്ല. മറ്റവൻ പാവം ചെയ്ത് അവന്റെ ഹൃദയം എല്ലാം കറുത്തു പോയി, കരിയോലടിച്ച്. ഇനി വൈറ്റ് വാഷ് ചെയ്യണമെങ്കിൽ വലിയ പാടാ. എങ്കിലും തൗബ ചെയ്തു അവന് പിന്നെ അവന്റെ ഹൃദയം അങ്ങനെ മാറൂലല്ലോ. മുഅ്മിനായ സഹോദരൻ പാപം ചെയ്തു കഴിഞ്ഞാൽ വഖഫൽ മലകു 3 സഅാത്ത് 3 മണിക്കൂറുകളോളം മലക്ക് പ്രതീക്ഷിച്ചിരിക്കും. ഫൈൻ താബ വസ്തഗ്ഫറ ഈ 3 മണിക്കൂറിനകത്ത് അവൻ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്താൽ ലം യക്തുബുഹു അലൈഹി വലം യുഅദ്ദിബുഹു അല്ലാഹു യൗമൽ ഖിയാമ അവൻ ചെയ്ത പാപം അവിടെ രേഖപ്പെടുത്തുകയില്ല. ഖിയാമത്ത് നാളിൽ അല്ലാഹു അവനെ ആ പാപത്തിന്റെ പേരിൽ ശിക്ഷിക്കുകയുമില്ല. ഔ കമാ ഖാല അലൈഹിസ്സലാം. മനസ്സിലായോ? പാവം ചെയ്യുമ്പോൾ 3 മണിക്കൂർ. അപ്പൊ ഇനി പാവം ചെയ്തിട്ട് 3 മണിക്കൂറിനകം തൗബ ചെയ്യാന്നും കരുതണ്ട. അങ്ങനെയല്ല, നമ്മൾ ഈ പാവം ചെയ്തിട്ട് തൗബ ചെയ്യൂലല്ലോ. അപ്പൊ അതിനോടൊരു ഒരു കൺസെഷൻ തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് പെട്ടെന്ന് പറഞ്ഞല്ലോ, പെട്ടെന്ന് ഇസ്തിഗ്ഫാർ ചെയ്യാം. അറിയാതെ പറഞ്ഞു നോക്കിപ്പോയി. അല്ലാഹു തആല ഈ ആന്റിബയോട്ടിക് നമുക്ക് വെച്ചിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഒരു തെറ്റ് ചെയ്താൽ ഖേദത്തോടു കൂടി ഇസ്തിഗ്ഫാർ ചെയ്യാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഇനി നമ്മൾ തൗബ ചെയ്യുമ്പോൾ രഹസ്യമായ പാവം രഹസ്യമായും തൗബ ചെയ്യണം, പരസ്യമായ പാവം പരസ്യമായും പറയണം. രഹസ്യമായ പാവം രഹസ്യമായി തൗബ ചെയ്യാം, പരസ്യമായ പാവം പരസ്യമായി തന്നെ പശ്ചാത്തപിച്ചേ പറ്റും. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, ഖുൽതു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ ഔസിനി, എനിക്ക് ചില ഉപദേശങ്ങൾ നൽകണം നബിയേ, എനിക്ക് ചില ഉപദേശങ്ങൾ നൽകാൻ വേണ്ടി നബി തങ്ങളോട് ഞാൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്നോട്, അലൈക ബിതഖ്വല്ലാഹി മസ്തതഅത്, കഴിവനുസരിച്ച് നീ അല്ലാഹയെ ഭയപ്പെടുക. നിന്റെ കഴിവനുസരിച്ച് എങ്ങനെ ഭയപ്പെടാൻ കഴിയുമോ ആ കഴിവനുസരിച്ച് അല്ലാഹയെ ഭയപ്പെടുക. ആ കഴിവനുസരിച്ച് നീ ഭയപ്പെടുക. അലൈക ബിതഖ്വല്ലാഹി മസ്തതഅത്, കഴിവനുസരിച്ച് നീ ഭയപ്പെടുക. വദ്കുർ ഇൻദൽ ഹജരി വൽ വശജരി ഇൻദ കുല്ലി ഹജരിൻ വശജരിൻ, എവിടെ തിരിഞ്ഞാലും അല്ലാഹയെ കുറിച്ച് നീ ഓർക്കുക. കല്ലിന്റെ അടുത്ത് പോയാലും മണ്ണിന്റെ അടുത്ത് പോയാലും മരത്തിന്റെ അടുത്ത് പോയാലും പാലെടുക്കാൻ പോയാലും റബ്ബർ വെട്ടാൻ പോയാലും വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നാലും എവിടെ പോയാലും എന്ത് ചെയ്യാ, നീ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുക. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുക. പടച്ചവനെ നീ സ്മരിക്കുക, അവനെ പുകഴ്ത്തുക, വാഴ്ത്തുക. മറിച്ച് പിന്നീട് നീ ഒരു തെറ്റിലേക്ക് ചാടിയാൽ, നീ ഒരു തെറ്റ് ചെയ്താൽ നീ അതിന്റെ പേരിൽ നീ തൗബയെ പുതുക്കിക്കൊണ്ടിരിക്കണം. നീ ഒരു തെറ്റ് ചെയ്തു, നീ ഒരു തെറ്റ് ചെയ്താൽ തൗബയെ നീ പുതുക്കിക്കൊണ്ടിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കുക. രഹസ്യമായി തെറ്റ് ചെയ്താൽ രഹസ്യമായി തൗബ, പരസ്യമായി തെറ്റ് ചെയ്താൽ പരസ്യമായി തൗബ. രഹസ്യഭാവത്തിന് രഹസ്യമായി, പരസ്യഭാവത്തിന് ചിലരെ പള്ളിയിലൊക്കെ വിളിച്ചിരുത്തിയിട്ട് പരസ്യമായി നീ ആക്ഷേപിച്ചവനാണ് പ്രസിഡന്റിനെ, മെമ്പറിനെ, സെക്രട്ടറിയെ, ഉസ്താദിനെ, അതുകൊണ്ട് നീ പരസ്യമായി നീ മാപ്പ് പറയണം. അതെന്ത് പറയിപ്പിക്കണം? എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, രഹസ്യമായി തൗബ തെറ്റ് ചെയ്തവൻ രഹസ്യമായി തൗബ ചെയ്യട്ടെ, പരസ്യമായി ചെയ്തവൻ പരസ്യമായി വന്ന് മാപ്പ് പറയട്ടെ. അതിനാണല്ലോ നമ്മൾ ഈ പത്രത്തിലൂടെയൊക്കെ മാപ്പ് പറയാൻ പറയാം. മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നുമില്ല, ഒന്നും ചെയ്യാൻ എടുക്കാൻ ഒന്നും പോകില്ല. മാപ്പ് പറഞ്ഞില്ല എങ്കിൽ ചിലപ്പോൾ അവനെ ഇങ്ങനെ കരുതിയിരിക്കും പ്രശ്നം. അതുകൊണ്ട് മാപ്പ് പറയണം. രഹസ്യമായിട്ടാണെങ്കിൽ രഹസ്യം, പരസ്യമാണെങ്കിൽ പരസ്യം. പിന്നെ വേറെ ഉണ്ട്, ചിലരുണ്ട് രഹസ്യഭാവം പരസ്യപ്പെടുത്തും. അത് പാടില്ല, അത് ഏറ്റവും വലിയ പാവം. രഹസ്യഭാവം പരസ്യപ്പെടുത്തും. നബി ഹുറൈറ റളിയല്ലാഹു തആല ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കുല്ലു ഉമ്മത്തി മുആഫാ ഇല്ലൽ മുജാഹിറൂൻ, എന്റെ ഉമ്മത്തികളുടെ പാവങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ സാധ്യതയുള്ളവരാണ്. ഇല്ലൽ മുജാഹിറൂൻ, പാപം പരസ്യപ്പെടുത്തുന്നവനൊഴികെ. അതെങ്ങനെയാണ് ഈ പാപം പരസ്യപ്പെടുത്തുക?
വഇന്ന മിനൽ മുജാനതി വിഡ്ഢികളിൽ പെട്ടവനാണ്, വിഡ്ഢിത്തരമാണ് അയ്യഅമല റജുലു അമലൻ ബില്ലൈൽ. കഴിഞ്ഞ രാത്രിയിൽ അവൻ ഒരു തെറ്റ് ചെയ്തു പോയി. ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി കഴിഞ്ഞ രാത്രിയിൽ ഒരു തെറ്റ് ചെയ്തു പോയി. വഖദ് സതറഹുല്ലാഹു, അല്ലാഹു തആല ആ തെറ്റ് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. സുമ്മ യുസ്ബിഹു, നേരം വെളുത്തപ്പോൾ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഫുലാൻ, ഓ അളിയ, അമിൽതുൽ ബാരിഹത കദാ വ കദാ, അവളെ ഞാൻ വശത്താക്കി കൊണ്ടുപോയി അളിയ, എന്റെ കാര്യം സാധിച്ചു എന്ന് പറയുന്നവൻ ഏറ്റവും വലിയ പാപിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളിപ്പോ അങ്ങനെയാണല്ലോ, പാവം വിളിച്ചു പറയാ, മണിയറയിലെ രഹസ്യം വിളിച്ചു പറയൽ. ആദ്യ രാത്രി കഴിഞ്ഞ ഉടനെ കൂട്ടുകാരന്മാര് തമ്മിൽ ഒരു ചർച്ച, കൂട്ടുകാരികൾ തമ്മിൽ ഒരു ചർച്ച, കൂട്ടുകാരന്മാര് തമ്മിൽ യാത്ര ചെയ്യുമ്പോൾ ഭാര്യമാരുമായി എങ്ങനെ ഇണങ്ങിക്കഴിഞ്ഞു, ഇണചേർന്നിരുന്നു, അതിനെ കുറിച്ച് ഒരു ചർച്ച. അവനെ കുറിച്ച് എന്താ റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞത്? ഇന്ന ശർറന്നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ, ഖിയാമത്തിന്റെ നാളിൽ ഏറ്റവും നികൃഷ്ടമായ പദവി അലങ്കരിക്കുന്നവൻ റജുലുൻ, ഒരു പുരുഷനാണ്, യുഫ്ളി ഇല ഇംറാഅതിഹി വതുഫ്ളി ഇലൈഹി ثم ينشر سرها. തന്റെ ഭാര്യയുമായി കൂടി ഇണങ്ങിയതിന് ശേഷം, ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്തിയതിന് ശേഷം, ثم ينشر سرها, ആ രഹസ്യത്തെ പരസ്യപ്പെടുത്തിയവനാണ് നാളെ നരകത്തിൽ, നാളെ മഹ്ശറിന്റെ മൈതാനിയിൽ ഏറ്റവും വലിയ നികൃഷ്ടമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടവൻ.